ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാത്ത് പ്രോഡിജി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പർ തിയറി ആൻഡ് കോമ്പിനറ്റോറിക്സിലെ DPP14 ആണ്. ആർമോ 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ പോസിറ്റീവ് ഇൻറ്റിജർ n, let r of n be the sum when n is divided by sum of the remainders when n is divided by 1, 2, 3 up to n. For example, r of 4 is equal to 0 plus 0 plus 1 plus 0. r of 7 equal to 0. ഇത് 0 ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ്, അല്ല 1 ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ് ഇത്. ഇത് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ, 3 4 5 6 7 എല്ലാം കൂടി ആഡ് ചെയ്താൽ 8. അതാണ് r of 7. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് n സച്ച് ദാറ്റ് r of n ഈക്വൽ ടു n മൈനസ് 1. r of n ഈക്വൽ ടു n മൈനസ് 1 ആവുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഓരോ നമ്പേഴ്സും ഒരു നമ്പറിനെ അതുവരെയുള്ള എല്ലാ നമ്പറുമായിട്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു നമ്പറിനെ അതായത് നമ്പറിന്റെ ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. ഇപ്പോൾ 8 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. പിന്നെ 5, 6, 7, 8 വരെയുള്ള എല്ലാ നമ്പേഴ്സിനും പിന്നെ റിമൈൻഡർ വരും. അതായത് ഒരു നമ്പറിന്റെ ഹാഫിന്റെ മേലെ ഏത് നമ്പർ എടുത്താലും അതിനെയൊക്കെ ആ എന്നിനൊക്കെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരും. ആ റിമൈൻഡർ ഒരു ഓർഡറിലാണ് വരിക. അതായത് 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 3 വരും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും. അപ്പോൾ നമുക്കിവിടെ 2 കേസ് ആക്കി കൺസിഡർ ചെയ്യാം. അതായത് ഇഫ് n is even and n greater than or equal to 10. n ഈവൻ ആണ്, n greater than or equal to 10 ആണെങ്കിൽ then for some i between n by 2 and n, ഈവൻ നമ്പർ ആണ് n greater than or equal to 10 ആണ്, 10, 12 അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ i which is between n by 2, n-ന്റെ ഹാഫിനും n-നും ഇടയിലുള്ള ഒരു നമ്പർ ആണ് i എങ്കിൽ ഈ n-നെ i-യുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? n മൈനസ് i ആയിരിക്കും. 6 10-നെ 6 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര? 4 ആണ്. ദാറ്റ് ഇസ് 10 മൈനസ് 6. അപ്പോൾ n-നെ i-യുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ n മൈനസ് i ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ r of n അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാഫിന്റെ ശേഷമുള്ള നമ്പേഴ്സ്, അതായത് n ഒരു ഈവൻ നമ്പർ ആണ്, n-ന്റെ ഹാഫിന്റെ ശേഷമുള്ള നമ്പേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡേഴ്സ് മാത്രം നോക്കുന്നു. ആ റിമൈൻഡേഴ്സിന്റെ സം എല്ലാം കൂടി എടുത്താൽ r of n-നേക്കാൾ ചെറുതായിരിക്കും. കാരണം r of n എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും കൂടി റിമൈൻഡർ എടുക്കണം. നമ്മൾ ഹാഫിന്റെ അപ്പുറത്തുള്ളത് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പൊ അത് r of n-നേക്കാൾ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഈക്വൽ ടു n by 2 plus 1 മുതൽ n വരെയുള്ള റിമൈൻഡേഴ്സ് എടുത്തു. അതായത് n by 2 plus 1 മുതൽ n വരെയുള്ള റിമൈൻഡേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. n മൈനസ് 1 ആണ്. ആ റിമൈൻഡേഴ്സ് ടോട്ടൽ റിമൈൻഡേഴ്സിനേക്കാൾ കുറവാണല്ലോ. അപ്പോൾ r of n ആയിരിക്കും ഗ്രേറ്റർ. അപ്പോൾ ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിൽ ആദ്യത്തെ റിമൈൻഡർ എന്താവും? n-യുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവസാനം n ആണല്ലോ, അതുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0, പിന്നെ 1, പിന്നെ 2, അങ്ങനെ ഹാഫ് കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ അത് n by 2 plus 1 ആണ്. അപ്പോൾ n by 2 plus 1 അത് n by 2 minus 1. അപ്പോൾ ഇത് പോയി n by 2 minus 1 വരെ ഉണ്ടാവും. ആ സമ്മേഷന്റെ വാല്യൂ ഇതാണ്. ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n by 2 minus 1 നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് n into n plus 1 by 2. അപ്പോൾ n into n plus 1 divided by 2. r of n അതിനേക്കാൾ വലുതായിരിക്കും. ഇനി ഇവിടെ നമ്മളെ n എന്താണ്? n greater than or equal to 10 അല്ലേ? n greater than or equal to 10 ആണ്. അപ്പോൾ n by 2 greater than or equal to 5 ആണ്. n by 2 minus 1 greater than or equal to 4 ആണ്. അത് 4-നേക്കാൾ വലിയൊരു നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് പകരം 4 എന്ന് എഴുതാം. അപ്പോഴും അത് തന്നെയാണ് ചെറുത്. ഇൻറ്റു n by 2. അപ്പോൾ greater than or equal to എന്ത്? n. r of n greater than or equal to n എന്ന് കിട്ടി.
ആർ ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ആർ ഓഫ് എൻ ഈക്വൽ ടു n - 1 ആണ് വേണ്ടത്. അതിനി പോസിബിൾ അല്ല. അതായത് n ഒരു ഈവൻ നമ്പറും n ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ആർ ഓഫ് എൻ എന്തിനേക്കാൾ വലുതായിരിക്കും? ആർ ഓഫ് എൻ എന്നിനേക്കാൾ വലുതായിരിക്കും. സോ ആർ ഓഫ് എൻ, ബട്ട് വി നീഡ് ആർ ഓഫ് എൻ ഈക്വൽ ടു n - 1 വിച്ച് ഈസ് നോട്ട് പോസിബിൾ. വിച്ച് ഈസ് നോട്ട് പോസിബിൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വിച്ച് ഈസ് നോട്ട് പോസിബിൾ ആസ് ആർ ഓഫ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ എൻ. ആർ ഓഫ് എൻ എന്നിനേക്കാൾ വലുതാണ്. പിന്നെ ആർ ഓഫ് എൻ n - 1 ഈക്വൽ ആവാൻ പറ്റൂല. അപ്പോൾ 10 മേലെയുള്ള അല്ലെങ്കിൽ ഈക്വലോ മേലെയോ ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ആർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു n - 1 കിട്ടില്ല. ഇനി ഓഡ് നമ്പേഴ്സ് നോക്കാം. ഇഫ് n ഇസ് ഓഡ് ആൻഡ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9, n ഓടാണ്, 9 വലിയൊരു ഓഡ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ then for some I between I എവിടെ മുതൽ? ഈ 9ന്റെ ഹാഫ് എന്താ? 4.5 ആണ്. അപ്പോൾ 4.5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടില്ല, നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സുമായി ഡിവൈഡ് ചെയ്താൽ മതി. 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ? 4 ആണ്. 9നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ്. 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇസ് 9 - 5 വിച്ച് ഇസ് 4. ഈ 4 9ന്റെ എന്താ? 4 9ന്റെ ഈ 4 എന്ന് പറഞ്ഞാൽ 9ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 ആണ്. 9 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 9/2 ആണ് എന്ത്? 4. അപ്പോൾ നമ്മൾ ഇവിടെ ഹാഫ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഹാഫ് കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 + 1, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 5 മുതൽ, ഇപ്പം 9 ആണെങ്കിൽ നമ്മൾ 5 മുതലുള്ള റിമൈൻഡേഴ്സ് ആണ് നോക്കുന്നത്. ഈ 5 എന്ന് പറഞ്ഞാൽ 9ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, 9/2ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആയിട്ടുള്ള 4.5, അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 4 + 1. അപ്പോൾ n/2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 + 1 മുതൽ n വരെയുള്ള എന്തിൻ്റെ n വരെയുള്ള ഐകൾ എടുക്കുകയാണെങ്കിൽ ആ ഐനെ എല്ലാം n-നെ എല്ലാം i കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n mod i ഈസ് ഈക്വൽ ടു n - i. n - i ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ നമ്മൾ ഇവരെ സം എടുക്കുന്നു. ആർ ഓഫ് എൻ നമ്മൾ ഈ ഹാഫിന് ശേഷമുള്ള നമ്പേഴ്സിന്റെ റിമൈൻഡേഴ്സ് മാത്രം ആഡ് ചെയ്യുന്നു. അപ്പോൾ സമ്മേഷൻ n/2 + 1 to n - i. അതിൽ അവസാനം n - 1 ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ റിമൈൻഡർ 1, അതിന്റെ മുന്നേ റിമൈൻഡർ 2, അതിന്റെ മുന്നേ റിമൈൻഡർ 3, അവസാനത്തെ റിമൈൻഡർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 ആയിരിക്കും. 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 ആണ്. അത് 9ന്റെ ഹാഫിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2. അപ്പോൾ ഇത്രയും നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 + 1 ഡിവൈഡഡ് ബൈ 2. അതാണ് ആർ ഓഫ് എൻ. ആർ ഓഫ് എൻ അതിനേക്കാൾ വലുതാണ്. ആർ ഓഫ് എൻ അതിനേക്കാൾ വലുതാണെന്ന് കിട്ടി. ഏതിനേക്കാൾ വലുതാണ്? ആർ ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 + 1 ഡിവൈഡഡ് ബൈ 2. ഇനി n എന്തായിരുന്നു? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അത് 4-നേക്കാൾ വലുതാണ്. നമുക്ക് ഇതിന് പകരം 4 എന്ന് എഴുതാം. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 എന്തിനേക്കാൾ ചെറുതായിരിക്കും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 എന്തിനേക്കാൾ ചെറുതായിരിക്കും? n/2-നേക്കാൾ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 + 1 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 + 1, അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 കൂടെ ഒരു 1 ആഡ് ചെയ്തു. അതായിരിക്കുമോ n/2 ആയിരിക്കുമോ വലുത്? n/2 ആയിരിക്കും. അല്ല, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 + 1. ഇങ്ങനെയാണല്ലോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 + 1 വിൽ ബി ഗ്രേറ്റർ ദാൻ n/2. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/2 + 1 എന്തിനേക്കാൾ വലുതായിരിക്കും?
n/2 വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് പകരം ഇതിനേക്കാൾ ചെറിയൊരു നമ്പർ, അതെന്തായാലും ലെസ് ഹാൻഡ് സൈഡിലാണല്ലോ, അപ്പോൾ അതിനേക്കാൾ ചെറിയ നമ്പർ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ n/2 എന്ന് എഴുതുന്നു. അപ്പോഴും നമുക്ക് r of n greater than n equal to എന്ന് കിട്ടും. r of n greater than or equal to n എന്ന് കിട്ടും. ബട്ട് വി നീഡ്, പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്? ബട്ട് വി നീഡ് r of n equal to n-1 which is not possible. അപ്പോൾ അതും പോസിബിൾ അല്ല. അതായത് 9 അതിന്റെ മേലെയുള്ള ഓഡ് നമ്പർ ആണെങ്കിലോ 10 അതിന്റെ മേലെയുള്ള ഈവൻ നമ്പറോ ആണെങ്കിൽ r of n equal to n-1 എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ട കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് 9 മേലെയുള്ള ഒരു നമ്പേഴ്സിനും നമുക്ക് r of n is equal to n-1 കിട്ടില്ല. അപ്പോൾ നമുക്കിനിപ്പോൾ ആകെ 8 നമ്പേഴ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്? 1 മുതൽ 8 വരെ. ഇനി അതിന് നമുക്ക് ഇൻഡിവിജ്വലി ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. r of 1 എന്താണ്? r of 1 എന്ന് പറഞ്ഞാൽ 1നെ 1 മാത്രമേ ഉള്ളൂ. 1നെ 1 ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ റിമൈൻഡർ ഈക്വൽ ടു 0. r of n ഈക്വൽ ടു n-1 തന്നെ അല്ലേ? അപ്പോൾ r of 1 is equal to 1 minus 1 0. അപ്പോൾ 1നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി r of 2 എന്താണ്? 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 0. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 0 ഈക്വൽ ടു 0. r of n പക്ഷേ n-1 അല്ല, n-1 1 ആണ്, 2 minus 1 അതല്ല. r of 3 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ റിമൈൻഡർ എത്ര? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 1. r of n നോട്ട് ഈക്വൽ ടു n-1 അതും അല്ല. ഇനി അടുത്തത് r of 4 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 അതും 1. r of n നോട്ട് ഈക്വൽ ടു n-1. ഇനി r of 5 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു 4. അത് r of n ഈക്വൽ ടു n-1 ആണ്. 5 minus 1 അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 5നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് 6 0 0 0 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 0 3. r of n പക്ഷേ n-1 അല്ല. ഇനി 7 r of 7 is equal to 0 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 1, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 8 വരും. r of n not equal to n-1 അതുമല്ല. ഇനി r of 8 is equal to 0. ലാസ്റ്റ് 8ഉം കൂടി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൂ. r of 8 is equal to 0. 2നും 0, 3ക്കാണെങ്കിൽ 2, 4ന് 0, 5ന് 3, 6ന് 2, 7ന് 1, ഇത് 0 8. r of n not equal to n-1. So the solutions are n equal to 1 and 5. n equal to 1നും n equal to 5നും മാത്രമേ എന്ത് ഈക്വൽ ആവുന്നുള്ളൂ? r of n is equal to n-1 ഈക്വൽ ആവുന്നു. 1ഉം 5ഉമാണ് ഇതിൻ്റെ സൊല്യൂഷൻസ്. താങ്ക് യു.